അങ്ങനൊരു ഉറപ്പിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഗവൺമെൻറ് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു. ഈ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശങ്ക, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കാണുന്നു, ഈ അങ്ങ് പറഞ്ഞ പോലുള്ള പ്രസംഗത്തിൽ പറഞ്ഞ പോലുള്ള ഒരു ആശങ്ക. ഇത് കൂടാതെ ഇടതുപക്ഷ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന CPI ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ഈ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അതുപോലും നിങ്ങൾ നേതൃത്വം കാണുന്നില്ല, അതോ ഈ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം വിശ്വസിച്ച് എത്ര നാൾ മുന്നോട്ട് പോവുകയാണ്? അല്ല, അതൊരു ഗവൺമെൻറ് ആവുമ്പോൾ, ഗവൺമെൻറ്റും മുന്നണി സംവിധാനമാകുമ്പോൾ നമുക്ക് ചില കാത്തു നിൽക്കണമെന്നുള്ള നിലയ്ക്ക് വന്നാൽ അതൊക്കെ നമുക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട്. ആ മുന്നണി സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്ന വാക്കുകളെ നമുക്ക് മുഖവിലേക്ക് എടുക്കുകയും അതിനെ മാനിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്. PV അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നില്ല എന്ന ആദ്യഘട്ടത്തിൽ PV അൻവറിനെ പിന്തുണച്ച ആളുകളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ LDF-ന് പുറത്തായിരിക്കുന്നു. പക്ഷേ ഈ PV അൻവർ ഉന്നയിച്ചതും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. PV അൻവറിനോടുള്ള നിലപാടെന്താണ് CPI? ഞങ്ങൾ അൻവറിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല. അൻവറുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും ഞാനില്ല. കാരണം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അൻവർ. അന്ന് അഷ്റഫ് കാളിയത്തായിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി. ആ LDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ച ആളിനെ അനുകൂലിച്ച ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് ചിന്തിച്ചാൽ മതി. ഞങ്ങളിപ്പം എന്തായാലും അത് ചിന്തിക്കുന്നു. എന്തായാലും CPI-യുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടല്ലോ, അതെനിക്കറിയില്ല. അത് ആരാണോ അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചപ്പോൾ ആരാണോ അൻവറിനെ ചുമന്നുകൊണ്ട് നടന്നവർ അവരത് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ആ ജോലിയില്ല. അല്ലല്ലല്ല, ആ അൻവർ അത് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അൻവർ കൊണ്ടുവന്ന ആരോപണമല്ല അത് വേറെ പലരും പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ അത് ആവശ്യപ്പെട്ടത്. അല്ല, അങ്ങനെ ഇനി BJP-യുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഫ്രാക്ഷൻ വല്ലതും അതിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടൊന്നും നമുക്കറിയത്തില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പോലീസുമായി ബന്ധപ്പെട്ട പാർട്ടി ബ്രാഞ്ചുകളോ അതിൻ്റെ സംവിധാനങ്ങളോ ഒക്കെ കാണുമായിരിക്കും. അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല, ആ നിലയിൽ ആലോചിച്ചിട്ടില്ല. നമുക്കറിയത്തില്ല, അറിയില്ല. അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നല്ലത്. CPI-ക്കല്ല, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കാണ് അതിന് തടസ്സം വരുന്നത്. അതിനാണ് മങ്ങലേക്കുന്നത്. ലെഫ്റ്റ് പൊളിറ്റിക്സിന് നിരക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് CPI-ക്ക് എന്തെങ്കിലും കുറവുണ്ടാവുമോ വേറൊരു പാർട്ടിക്ക് ഉണ്ടാവുമോ എന്നുള്ളതല്ല വിഷയം. അത് ലെഫ്റ്റ് പൊളിറ്റിക്സിന് യോജിച്ച ഒരു കാര്യമല്ല. ഞങ്ങളതാ ചൂണ്ടിക്കാണിച്ചു. അല്ല, അത് സംരക്ഷണത്തിന്റെ കവചമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ഗവൺമെന്റ് ആവുമ്പോൾ ഗവൺമെന്റിന്റെ നടപടികൾക്കുണ്ടാവുന്ന ചില കാലതാമസങ്ങളായിട്ട് ഞാൻ അതിനെ കാണുന്നു. LDF-ലുള്ള എല്ലാ ഘടകകക്ഷികൾക്കും മറ്റ് എല്ലാ കക്ഷികളും ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇതൊന്നും മനസ്സിലാകുന്നില്ലാത്തതാണ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല. അതാ ഞാൻ പറഞ്ഞത്. അതൊരു സംരക്ഷണമായിട്ടല്ല ഞാൻ കാണുന്നത്. അത് ഒരു ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാലതാമസമാണ്. അതിനെ അങ്ങനെ ഞാൻ കാണുന്നു. അല്ല, അത് ഗവൺമെന്റാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഞങ്ങളത് വളരെ സീരിയസ് ആയി തന്നെയാണ് കാണുന്നത്. സീരിയസ് ആയി കണ്ടതുകൊണ്ടല്ലേ ഞങ്ങളത് മുന്നണിയിൽ ഉന്നയിച്ചു, അല്ലാതെയുള്ള വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ കേരളത്തിലെ ഈ വിഷയത്തിൽ ആ നിലയിൽ പ്രതികരിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞങ്ങളതിനെ സീരിയസ് ആയിട്ട് തന്നെയാണ് കണ്ടത്, അല്ലാതെ ലാഘവത്തോടു കൂടിയല്ല. അതൊക്കെയല്ല. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ അറിയില്ലല്ലോ, അത് ഗവൺമെന്റ് അല്ലേ പറയേണ്ടത്. അല്ലല്ല, അത് 2017 ഈ സെൻകുമാറിന്റെ DGP സ്ഥാനത്ത് നിന്ന് അയാളെ പറഞ്ഞു വിട്ടപ്പോൾ സുപ്രീം കോടതി വരെ കേസ് പോയി തിരിച്ചു വന്നു. ആ അനുഭവമൊക്കെ ചിലപ്പം ഗവൺമെന്റിന് കിട്ടിയ റിപ്പോർട്ടിനകത്തുണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിക്കൂടാന്നില്ല.
അത്രയേ ഉള്ളൂ. CPI ചെലുത്തിയ ഒരു സമ്മർദ്ദം ഇപ്പം നടത്തുന്നില്ല എന്നുള്ളതാണ് പരക്കെയുള്ള ആക്ഷേപം. ആരുടെ ആക്ഷേപം? ജനങ്ങളുടെ. മാധ്യമങ്ങൾക്ക്. ജനങ്ങൾക്ക് അങ്ങനെയില്ല. പുറത്തു വരുന്നതും ഈ പറയുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരോ നേതാക്കളൊക്കെ പറയുന്ന ഒരിക്കലുമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ എടുത്ത നിലപാട് ഒരു മാറ്റവും ഇല്ല. ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. CPIയുടെ നിലപാടിൽ വലിയ രീതിയിൽ മാറ്റം, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുക്കുന്നില്ല എന്ന് CPIയിലെ പാർട്ടിക്കാർക്കിടയിൽ തന്നെ അഭിപ്രായം. മുഖ്യമന്ത്രിക്ക് സ്വാഭാവികം. ഒരിക്കലും ഇല്ല. അത് എന്തായാലും ഇല്ല. ഈ വിഷയത്തിൽ എന്തായാലും ഇല്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് മുന്നിൽ CPI ഇങ്ങനെ മയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അല്ല, മയപ്പെടുകയല്ലോ. മയപ്പെടുകയാണെങ്കിൽ പിന്നെ പറയാതിരുന്നാൽ പോരെ. മയപ്പെടുകയാണെങ്കിൽ നിശബ്ദമായിട്ട് നിന്നാൽ പോരെ. ഇത് മയപ്പെടുകയല്ല. അത് ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാട് ആവർത്തിക്കുന്നു.